ഇടയ്ക്കൊരു ചെറിയ ബാംഗ്ലൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇടയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ റെസിപ്പിയുമാണേ. തലേ ദിവസം തന്നെ പാക്കിംഗ് ഒക്കെ തീർത്ത് വെച്ചിരുന്നിട്ടും രാവിലെ തൊട്ട് തന്നെ തിരക്ക് പിടിച്ച പണികളായിരുന്നു. എന്നുവെച്ചാൽ ഒരാഴ്ചത്തെ താമസം ഉണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും അമ്മയെ നോക്കാൻ നിൽക്കുന്ന ചേച്ചിക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് തീയലൊക്കെ വെച്ചിട്ട് പോകണം. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഒരു കല്യാണ വീട്ടിൽ പോകണം. കല്യാണം വരുന്നതേ ഉള്ളൂ, അന്ന് ഞങ്ങൾ കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരണം. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകൾ, സാരി ഉടുത്ത് വെയിലത്ത് അവിടെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം രാത്രി പാക്ക് ചെയ്യണമല്ലോ, ആഹാരം കഴിക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്യണം. എനിക്ക് ഈ രാത്രി ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട് ഇലയിൽ കൊണ്ടുപോകുന്ന ആഹാരം ഇഷ്ടം. അതുമാത്രമല്ല, ഞാനിന്ന് തീയൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ചൂടായിട്ട് കട്ടിക്ക് ദോശ ചുട്ട് ഇലയിൽ വെച്ചിട്ട് ആ തീയൽ അതിൻ്റെ മേളിൽ ഞാനങ്ങനെ നിരത്തി ഒഴിക്കും. അത് നമ്മൾ രാത്രി കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ആ തീയലും ദോശയും കൂടെ നല്ല കുതിർന്ന് നല്ലൊരു സൂപ്പർ ടേസ്റ്റായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതാണ് 2 പൊതിയായിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക്, ഹസ്ബൻഡും ഞാനും മാത്രമേ പോകുന്നുള്ളല്ലോ. അപ്പോൾ അങ്ങനെ പൊതിഞ്ഞു വെച്ചു. പിന്നെ തലേ ദിവസം രാത്രി തന്നെ ഞാനൊരു ഡ്രൈ ഫ്രൂട്ട് ലഡ്ഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ബദാം, വാൽനട്ട്, പിസ്ത, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഡേറ്റ്സ്, റേസിൻസ്, നട്ട്സ് ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ലഡ്ഡുവാണ്. ഭയങ്കര പ്രോട്ടീനുള്ള നല്ലൊരു ലഡ്ഡുവാണത്. നമ്മൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ പ്രത്യേകം ഒരു 5 മിനിറ്റ് വീതം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മൈൽഡ് തീയിൽ വെച്ചിട്ട് എല്ലാം സൺഫ്ലവർ സീഡും പംകിൻ സീഡും വാൽനട്ട്, പിസ്ത എല്ലാം തന്നെ പ്രത്യേകം നട്ട്സ് എല്ലാം റോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നട്ട്സ് മാത്രം ആദ്യം നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഈ ഫ്ലാക്സ് സീഡൊക്കെ വറക്കുമ്പോഴത്തേക്ക് പൊരുപൊരാന്നിങ്ങനെ പൊട്ടും. നട്ട്സ് മാത്രമായിട്ട് ആദ്യമേ നമ്മൾ പൊടിച്ചെടുക്കുക. കാരണം ഈ റേസിൻസും ഈ ഡേറ്റ്സും എല്ലാം കൂടി ഇട്ട് പൊടിച്ചാൽ അതങ്ങ് കുഴഞ്ഞു പോകും, പൊടിയത്തില്ല. നട്ട്സ് പൊടിച്ചതിന് ശേഷം പിന്നെ അതേ മിക്സിയുടെ ജാറിൽ കുരുവൊക്കെ എടുത്തിട്ട് ഡേറ്റ്സും റേസിൻസും കൂടി ഇട്ട് കൊടുത്ത് അത് പൊടിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു കുഴമ്പ് പോലെയാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പൊടി കുറച്ച് അതിനോട് എടുത്തിട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല ഈവനായിട്ട് അങ്ങ് മിക്സ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഈ ലഡുവായിട്ട് അങ്ങനെ പിടിച്ച് ഉരുട്ടിയെടുത്ത് വെച്ചാൽ മതി. ഇത് ദിവസം ഓരോന്ന് കഴിച്ചാൽ മതി. നമുക്ക് നല്ല ഹെൽത്താണ്. ഇപ്പം നമ്മൾ യാത്ര പോകുമ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കേണ്ടി വരുമല്ലോ, അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് കിട്ടത്തില്ല. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്ത് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അവസാന ഘട്ടത്തെ ഒരു ഫൈനൽ ചെക്കപ്പാണ് കേട്ടോ, എല്ലാം എടുത്തിട്ടോ എന്നുള്ളത്. പോകുന്നതൊരു പാലുകാച്ച് ഫംഗ്ഷനാണ് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ പാലുകാച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കണ്ടേ. മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, സൺസ്ക്രീൻ, ഐലൈനർ, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് എല്ലാം എടുത്തു വെച്ചതൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഉണ്ടോ, മറന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. ബ്ലൗസ്, സാരി എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് സമയം 5 മണി ആയി കഴിഞ്ഞു. ഇനി 5:30 ഒരു 6 മണിയോട് കൂടിയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയ്ക്ക് വിഷമം, അമ്മയെ തന്നെ ചേച്ചിയുടെ അടുത്ത്, അമ്മയെ നോക്കാൻ നിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് അമ്മയെ ആക്കിയിട്ട് ഞാൻ പോവല്ലേ ഒരാഴ്ചത്തേക്ക്. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ഇറങ്ങി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതായത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റ് ബാംഗ്ലൂർ ട്രെയിനിനാണ് പോകുന്നത്. ട്രെയിനിൽ കയറിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ എടുത്തു. ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ദോശയും ആ തീയലും കൂടെ ചേർന്ന് അതൊരു നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു, അതിൻ്റെ പേരിപ്പോൾ എനിക്കറിയില്ല, അത് നല്ല കുതിർന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പാലുകാച്ചി വീട്ടിലെത്തി. നല്ല ഐശ്വര്യമായിട്ട് കണ്ടില്ലേ, ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ടും എന്ത് ഭക്തിപൂർവ്വമാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ. ഇതാണ് ഹസ്ബൻഡിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ മോനും ഭാര്യയുമാണ് ഇവർ. ഇവരുടെ വീടായിരുന്നു പാലുകാച്ച്. അപ്പോൾ അത് നമ്മുടെ നാട് പോലല്ലല്ലോ, അത് ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂരിലുള്ള ആചാരങ്ങളൊക്കെ വേറെയല്ലേ. ഈ അപ്പാർട്ട്മെൻറ്റാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പാലുകാച്ചാണ് അവർ നടത്തിയത്. നല്ല ചടങ്ങുകളൊക്കെ വ്യത്യസ്തമായിരുന്നത് കൊണ്ട് അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ഭയങ്കര തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പ്. ഒരു 2 ക്ഷേത്രങ്ങളിൽ പോയതിന് ശേഷം ഈ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലാണെന്ന് പറയുന്നത് പോലെ ഏത് ഷോപ്പിങ്ങിന് പോയിരുന്നാലും എൻ്റെ കണ്ണ് പാത്രങ്ങളിൽ തന്നെയാണ്. കാരണം ഞാൻ
കുക്കിംഗ് ചാനൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പാത്രങ്ങളും സ്പൂണും തവി എവിടെ കണ്ടാലും ഓടിച്ചെല്ലും. പിന്നെ വേറൊന്നും നമുക്ക് ക്രേസ് ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഡ്രസ്സ്. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പർച്ചേസൊക്കെ നടത്തി അതിന് ശേഷം നമ്മൾ രാത്രി അതേ വീട്ടിൽ തന്നെ തിരിച്ചു ചെന്നു. പാലുകാച്ചി വീട്ടിൽ തന്നെ തിരിച്ചു ചെന്നു. ഒട്ടുമൊത്ത കുടുംബവും ഒരു രാത്രി ഒരു വീട്ടിൽ ഉറങ്ങാൻ മാത്രമാണ് വേറെ വേറെ പോയത്. അങ്ങനെ ഒരു കളിതമാശകളും ചിരിയും കഥകളും ഗോസിപ്പിങ്ങും പിന്നെ ആണുങ്ങൾക്ക് കുറേ അന്താരാഷ്ട്ര ചർച്ചകളും പൊളിറ്റിക്സും ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചേർന്ന ഒരു സന്തുലിതമായിട്ടുള്ള ഒരു നല്ല രാത്രിയായിരുന്നു. സാധാരണ അങ്ങനെയല്ലേ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ചില ഒക്കേഷൻസിൽ അങ്ങനെ വരുമല്ലോ, ഏതെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു അനുഭവമായിരിക്കുമല്ലോ. അങ്ങനെ അത് മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റ് വിട്ട് വേറൊരു സ്റ്റേറ്റിൽ അവരുടെ ആ ഒരു അന്തരീക്ഷം, അവരുടെ ചടങ്ങുകൾ, അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് എല്ലാം കൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു നല്ല രാത്രിയായിരുന്നു അത്. കുട്ടികളുടെ കളികളും ഒക്കെ ആയിട്ട്. പിന്നെ ഇതേ കണ്ടില്ലേ, എൻ്റെ മോനാണിത്. അവൻ്റെ തലയിൽ ബാൻഡൊക്കെ ഇട്ട് കൊച്ചുങ്ങൾ കളിക്കുക. ഇതൊക്കെ ഒരു നല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു നല്ല അനുഭവങ്ങൾ നിറഞ്ഞൊരു നല്ല രാത്രിയായിരുന്നു അത്. അതിനുശേഷം ഒരു 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ചെന്നൈക്ക് വരുവാണ്. ചെന്നൈയിലോട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 7 മണിക്കൂറല്ലേ ഉള്ളൂ ദൂരം. സത്യം പറഞ്ഞാൽ ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ഡബിൾ ഡെക്കർ ട്രെയിൻ കാണുന്നതും കേൾക്കുന്നതും അതിൽ കയറുന്നതും അന്നാണ്. അതുകൊണ്ട് എനിക്കതൊരു പുതുമയായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ മോൻ്റെ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു നല്ലൊരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള പെരുങ്ങളത്തൂരുള്ള ഒരു ഫ്ലാറ്റാണ്. അവിടെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം എനിക്ക് പറ്റിയില്ല. അവിടെ ഒരു 2 ദിവസം ഇരുന്നതിന് ശേഷം തിരിച്ച് ഞങ്ങൾ നാറൂരിലോട്ട് വന്നു. അങ്ങനെ രസകരമായൊരു ട്രിപ്പ് തീർന്നു.